ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനെതിരെ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുന്നു. മൂന്നാം ദിനം ഇംഗ്ലണ്ട് 3-ന് 209 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇംഗ്ലണ്ടിനായി ഒലി പോപ്പ് സെഞ്ചുറിയും ബെൻ ഡക്കറ്റ് അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന്റെ 3 വിക്കറ്റുകളും വീഴ്ത്തിയത് ജസ്പ്രീത് ബുംറയാണ്. ഇന്ത്യ തീർത്ത കൂറ്റൻ സ്കോറിന് അതേ നാണയത്തിലാണ് ഇംഗ്ലണ്ടിന്റെ തിരിച്ചടി. ആദ്യ ഓവറിൽ ഓപ്പണർ സാക് ക്രോളിയെ ബുംറ മടക്കിയെങ്കിലും സിറാജും പ്രസിദ്ധ് കൃഷ്ണയും നിറം മങ്ങിയതോടെ പോപ്പ് ഡക്കറ്റ് സഖ്യം നിലയുറപ്പിച്ചു. 100 റൺസ് പിന്നിട്ട കൂട്ടുകെട്ട് തകർക്കാൻ ഒടുവിൽ ബുംറ തന്നെ വേണ്ടി വന്നു. 62 റൺസ് എടുത്ത ഡക്കറ്റ് പുറത്ത്. താളം കണ്ടെത്തിയ ഒലി പോപ്പ് റൂട്ടീനൊപ്പം സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സിറാജും പ്രസിദ്ധും കളി മറന്നതോടെ ഇംഗ്ലണ്ട് അനായാസം റൺസ് കണ്ടെത്തിയപ്പോൾ 125 പന്തിൽ ഒലി പോപ്പ് സെഞ്ചുറി സ്വന്തമാക്കി. പോപ്പ് സെഞ്ചുറി നേടി അടുത്ത പന്തിൽ തന്നെ ബുംറ ജോ റൂട്ടിനെ കരുൺ നായരുടെ കയ്യിലെത്തിച്ചു. രണ്ടാം ദിനത്തിലെ അവസാന ഓവറിൽ ബുംറ ഹാരി ബ്രൂക്കിനെ വീഴ്ത്തിയെങ്കിലും ബുംറ ഓവർ സ്റ്റെപ്പ് ചെയ്തത് ഇംഗ്ലണ്ടിന് തുണയായി. ഇംഗ്ലണ്ടിനായി സെഞ്ചുറി നേടിയ പോപ്പും റൺസ് ഒന്നും എടുക്കാതെ ഹാരി ബ്രൂക്കുമാണ് ക്രീസിൽ. നേരത്തെ ജയ്സ്വാളിനും ഗില്ലിനും പിന്നാലെ സെഞ്ചുറി കുറിച്ച ഋഷഭ് പന്തിന്റെ പ്രകടനമാണ് ഇന്ത്യയെ 471 എന്ന സ്കോറിൽ എത്തിച്ചത്. കരിയറിലെ 7ാം സെഞ്ചുറി തികച്ച പന്ത് ഇന്ത്യക്കായി ടെസ്റ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും സ്വന്തമാക്കി. മഹേന്ദ്ര സിംഗ് ധോണിയെയാണ് മറികടന്നത്. രണ്ടാം ദിനം 42 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യക്ക് നഷ്ടമായത് 7 വിക്കറ്റുകൾ. ഇന്ത്യയുടെ 5 താരങ്ങളാണ് 2 അക്കം കാണാതെ പുറത്തായത്. മൂന്നാം ദിനം ബുംറയ്ക്ക് പിന്തുണ കൊടുക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ ഇംഗ്ലണ്ടിന് അനുകൂലമാകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.